ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അണ്ടർആംസിനെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അണ്ടർആംസിൽ മാത്രമല്ല, നമുക്ക് ഡാർക്ക് നെക്കിലും ഉപയോഗിക്കാം കേട്ടോ. കഴുത്തിന് ചുറ്റുണ്ടാവുന്ന കറുപ്പില്ല, അത് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്രീം യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടേച്ച് വരാം ഇത് എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ബൗൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പൊട്ടോറ്റോയുടെ സ്റ്റാർച്ചാണ് കേട്ടോ. പൊട്ടോറ്റോ സ്റ്റാർച്ച് എങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ ആ രീതിക്ക് ഞാനിവിടെ 2 പൊട്ടോറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഒരു പൊട്ടോറ്റോ കാണിക്കുന്നത്, പക്ഷേ 2 പൊട്ടോറ്റോ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്റ്റാർച്ച് എടുക്കുക കേട്ടോ. ആ സ്റ്റാർച്ചാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വെള്ളത്തിനകത്തേക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്. അതങ്ങ് നന്നായിട്ട് ക്ലിയർ ആയി വരാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഞാൻ നേരത്തെ പൊട്ടറ്റോ സ്റ്റാർച്ച് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പൗഡർ ഉണ്ടെങ്കിലും അത് മതിയാകും കേട്ടോ. നമുക്ക് ആ ഒരു പൗഡർ മതിയാകും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നമ്മൾ ആ ഒരു പൊട്ടറ്റോ, പച്ചയായിട്ടുള്ള പൊട്ടറ്റോ എടുത്തിട്ട് കഴുകി അതങ്ങ് അടിച്ച് പേസ്റ്റാക്കി അതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് ഇതുപോലെ അങ്ങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വെള്ളം മാറ്റിയിട്ട് ആ സ്റ്റാർച്ച് മാത്രമായിട്ട് അങ്ങ് എടുത്തുകൊണ്ട് വരാം. ഗൈസ്, ഇതാണ് പൊട്ടോറ്റോയുടെ സ്റ്റാർച്ച് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാർച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അണ്ടർആംസിലും അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റുണ്ടാകുന്ന ആ ഒരു കറുപ്പൊക്കെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാർച്ച് മാത്രമല്ല, ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രം നമ്മുടെ ഇത് ക്രീമായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ പാലാണ്. പശുവിൻ പാൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് പാക്കറ്റ് പാൽ ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ പാക്കറ്റ് പാൽ ഞാനൊരു കാ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹാഫ് ഗ്ലാസോളം എടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ ഈ ഒരു കൂട്ട്, നമ്മുടെ ഒരു ക്രീം ഇച്ചിരി അങ്ങ് കട്ടിയായിപ്പോയി. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഇച്ചിരി കൂടി കൂടുതലായിട്ട് പാലങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിനകത്തേക്ക് വെള്ളമാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ, ആരും തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ നമുക്കതങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് കട്ടിയായി പോകും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതങ്ങ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവം റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിത് ആയിക്കഴിഞ്ഞതിന് ശേഷവും നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു ചൂടോടുകൂടി നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കട്ടിയായി പോകും. അപ്പോൾ നമ്മൾ ആ ഒരു നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരുന്നവരേക്കും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഞാനിവിടെ ക്യാരറ്റ് ഓയിലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു ക്യാരറ്റ് ഓയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഒരു ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം, ഒലീവ് ഓയിൽ ഉപയോഗിക്കാം. നമ്മളിത് ബോഡിയിലാണ് യൂസ് ആക്കുന്നത്, ഫേസിലല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ അത് ഞാൻ ഒരു സ്പൂൺ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു ക്രീം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈറ്റനിങ് ക്രീം നമുക്ക് നമ്മുടെ കഴുത്തിന് ചുറ്റും അതുപോലെ തന്നെ അണ്ടർആംസിലും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഡെയിലി യൂസ് ആക്കാം, യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഒരു 5 ഡേയ്സ് അത്ര മാത്രമേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും പുതിയത് ഉണ്ടാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.